ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദേനെ സംശയിക്കാനിട്ടോ ശ്രീകാന്ത്. അങ്ങനെ സംശയം വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വർഷ പറയാണ്. അവളാണെങ്കിൽ ഏത് സമയം റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത്. നേരത്തെ പോലെയല്ല, എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തർക്കുത്തരം പിന്നെ എപ്പോഴും ഉള്ളതാണല്ലോ, അതല്ല, അവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാനിട്ടോ. അതെന്താ ഇപ്പം നീ അങ്ങനെ ആന്നേ, അവളാണെങ്കിൽ റൂമിൽ തന്നെ ഏത് സമയം ഭക്ഷണം പോലും റൂമിൽ വെച്ചാണ് കഴിക്കുന്നത്. അതും 2 പേർക്കുള്ള ഭക്ഷണമൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറയാ അവൾക്ക് ചിലപ്പോൾ ഡിപ്രഷൻ ആയിരിക്കും. ഇങ്ങനെ ഡിപ്രഷൻ ഉള്ളവരാണെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിക്കുമെന്ന്. എന്നും പറഞ്ഞിട്ട് ഇത്രമാത്രം ഭക്ഷണം കഴിക്കുമോ? അത് പോരാഞ്ഞിട്ട് ദീപ്തിയാണെങ്കിൽ അവളുടെ ഫ്രണ്ട് വന്നപ്പോൾ ജ്യൂസ് കൊണ്ടുപോയി, എന്നിട്ട് അവൾ റൂമിൽ പോലും കയറ്റാൻ നിർബന്ധിച്ചില്ല എന്നൊക്കെയാണ് പറയണേ. പിന്നെ പലപ്പോഴും അവളുടെ റൂമിൽ നിന്ന് സൗണ്ടുകൾ കേൾക്കുമെന്നോ ഒക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അതിലും ചുറ്റുമുണ്ട്. ഞാൻ ഇന്നലെ ആണെങ്കിൽ എന്നിട്ട് ബലമായിട്ട് അവളുടെ റൂമിൽ ഒന്ന് കയറി നോക്കി വിശുദ്ധ വന്നപ്പോൾ. പക്ഷേ റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തൊക്കെയോ മരുന്നിൻ്റെയൊക്കെ മണം ഉണ്ടായിരുന്നു. പക്ഷെ അവൾ എന്നെ പെട്ടെന്ന് തന്നെ ഇറക്കി വിട്ടു. അപ്പോൾ എന്തൊക്കെയോ ഒരു ചുറ്റിക്കളില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തിന് നല്ല സംശയം തോന്നുവാണേ. അങ്ങനെ ശ്രീകാന്ത് പിന്നീട് നമ്മുടെ വേദയുടെ റൂമിലേക്ക് ചെല്ലാണ് കേട്ടോ. എന്നിട്ട് വേദയുടെ റൂമിൽ മുട്ടുമ്പോൾ ശ്രീകാന്തിനോട് ആരാന്ന് ചോദിക്കുമ്പോൾ ആരാന്നറിഞ്ഞാൽ നീ കതക് തുറക്കൊള്ളോടി എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വേദ വന്ന് കതക് തുറക്കുകയാണ്. ആ സമയത്ത് ഭക്ഷണവും പിന്നെ മരുന്നുകളും ഒക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രം പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൻ്റെ അവിടെ പോയി ഒളിക്കുകയാണ്. അപ്പോൾ ബാൽക്കണിയുടെ അവിടേക്ക് പോകുമ്പോഴത്തേക്കിനും അവിടെ അമ്മയാണെങ്കിൽ മരുന്ന് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് സ്റ്റോർ റൂമിൻ്റെ അതിലേക്കൂടെ ഒക്കെ കയറി എവിടേക്കോ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ ആശാൻ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും വേദയും കൂടെ ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ മുറി ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ മുറി പരിശോധിക്കാൻ വന്നാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ താഴെ പത്രം വായിച്ചുകൊണ്ടിരുന്ന അച്ഛനാണെങ്കിൽ ഇതെല്ലാം കേൾക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് മുകളിലേക്ക് കയറി വരികയാണ് കേട്ടോ. ഈ സമയത്ത് വേദ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഞാൻ പറയണോ? നിങ്ങൾക്കിപ്പോൾ എന്താ സംശയമാണല്ലേ? ഞാൻ കാണിച്ചു കൂട്ടിയതൊക്കെ പറയണോ? ഞാൻ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്നതെന്ന് അറിയാമോ? ഞാൻ വിക്രമിനോട് പിണങ്ങി ഇവിടെ വന്നതിൻ്റെ കാരണം എന്ത്? അതെല്ലാം ഞാൻ വിളിച്ച് കൂവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ഒന്നും തന്നെ മിണ്ടാനില്ലേ. ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? നിങ്ങൾ എന്തിനെങ്ങനെ തല്ലുകൂടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, അച്ഛാ എൻ്റെ പുന്നാരേട്ടനെ സംശയം ഞാനിവിടെ ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെന്നോ. അതിനെ ഇവിടെ വന്ന് ചെക്ക് ചെയ്യാൻ വന്ന ആദ്യം ഭാര്യ വന്നു, ഇപ്പോൾ അതേ ഭാര്യ ഭർത്താവിനെ പറഞ്ഞു വിട്ടതാ. നിങ്ങളുടെ പിന്നെ അമ്മായപ്പന് ഇനി അടുത്ത അമ്മായപ്പനായിരിക്കും വരാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ എടി നീ മിണ്ടാതിരുന്നാണ്. ഉടനെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എന്താ മോളെ നീ ഒന്ന് സമാധാനപ്പെടുക. നീ എന്തിനാ ഇങ്ങനെ റേസ് ആവുന്നത്? അവൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവൻ കയറി തപ്പട്ടെ, അതോടെ അവൻ്റെ സംശയം അങ്ങ് തീരുമല്ലോ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, എന്നാൽ കയറി തപ്പിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ എല്ലാം കയറി നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതിനകത്ത് എന്തോ ഒരു മരുന്നിൻ്റെ മണമൊക്കെ ഉണ്ടല്ലോ, ഡെറ്റോളിൻ്റെയോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ മണം. അപ്പോഴത്തേക്കിനും വേദ പറയുന്നുണ്ട്, എൻ്റെ റൂമിൽ പലതും ഞാനിവിടെ സൂക്ഷിക്കും, ചിലപ്പോൾ പലതും ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. അതിപ്പോൾ എല്ലാവരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നിൻ്റെ മുറിയോ? ഏത് നിൻ്റെ മുറി? ഇതെല്ലാം ഉപേക്ഷിച്ച് നീ കണ്ടവൻ്റെ കൂടെ പോയതല്ലേ, പിന്നെ ഇപ്പോൾ പെട്ടെന്ന് കയറി വന്നിട്ട് നിൻ്റെ മുറിയെന്നോ? അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ എൻ്റെ മുറി തന്നെ, ഞാൻ ഇനിയും അങ്ങനെ തന്നെ പറയും, എല്ലാം ഉപേക്ഷിച്ച് തന്നെ ഞാൻ പോയതാണ്. പക്ഷേ ഓരോരുത്തരുടെ അഹങ്കാരം കാരണം ഞാൻ അതൊന്നും ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. എൻ്റെ പേരിൽ എൻ്റെ മുത്തച്ഛൻ എഴുതി വെച്ച സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ. അത് ആർക്കും തിന്നാൻ ഞാൻ കൊടുക്കുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരികയാണ്. ശ്രീകാന്ത് അടിക്കാൻ കൈയാകുമ്പോൾ തൊട്ടു പോകരുത് തന്നെയാണ് വേദയും പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശങ്കരനാരായണൻ, എന്താ മക്കളെ ഇത്? നിങ്ങളൊന്ന് സമാധാനപ്പെടുക. എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നത്? ചേട്ടനും പെങ്ങളും തമ്മിൽ എന്തായാലും എന്ത് സ്നേഹത്തോടെ കഴിഞ്ഞവരാണ്, ഇപ്പോൾ എന്തിനാ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നത്? നിങ്ങളൊന്ന് സമാധാനപ്പെട്ടെ, ആരെങ്കിലും ഒരാളൊന്ന് തോറ്റു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരനാരായണൻ നമ്മുടെ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, എടാ വേദ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ കാരണമാണോ വേദ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശങ്കരനാരായണനോട് ശ്രീകാന്ത് പറയാണ്, ഞാൻ കാരണമൊന്നും അല്ല അച്ഛാ, അവളുടെ ഭർത്താവിൻ്റെ ഗുണ്ടായിസവും സ്വഭാവം കാരണം അവൾ വന്നതിൽ ഞാനെന്ത് പഴിച്ചു? അവൾക്ക് എന്നെ കഥകൾ മെനയാലോ? ഇപ്പം തന്നെ അവൻ ഒളിവിലല്ലേ, അതിലും ഇവളുടെ കൈകടത്തിലുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അവനെ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് ഇവിടെ വന്നതല്ലേ. അവൻ പല പ്രാവശ്യം അവൻ്റെ അച്ഛനെയും ഒക്കെ കൂട്ടി വിളിക്കാൻ വന്നപ്പോൾ പോലും ഇവൾ പോകാൻ കൂട്ടാക്കിയതല്ലല്ലോ, പിന്നെ അവളെന്തിനാ അവനെ ഇവിടെ സംരക്ഷിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞിട്ട്, നമ്മൾ വിചാരിക്കുന്ന ആളെ അല്ല അച്ഛാ ഇവള് നമ്മളെല്ലാവരും ചതിക്കുകയാണ്. അച്ഛനത് വൈകാതെ മനസ്സിലായിക്കോളും എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറഞ്ഞിട്ട്, അച്ഛൻ എന്നെ പഠിപ്പിച്ചത് എന്താ? സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും കൂടെ നിൽക്കണമെന്നും അതുപോലെ തന്നെ അനീതിക്കെതിരെ പോരാടണമെന്നും അല്ലേ? അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എൻ്റെ ഏട്ടൻ്റെ കുബുദ്ധി കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് കരുതി ഞാൻ വിക്രമിനെ ഉപേക്ഷിക്കണം എന്നൊന്നുമില്ല.
പിന്നെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചതൊക്കെ അതിന് പിന്നിലും ഇവിടെ പലരുടെയും കൈകടത്തിലുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും സത്യം ഒരുന്നാൽ പുറത്തു വരും. അപ്പോൾ വിക്രം നിരപരാധിയാണെന്ന് എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കപ്പെടുകയും ചെയ്യും. ഏട്ടൻ അതിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഏട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനറിയാത്തൊരു മറ്റൊരു മുഖം ഏട്ടനുണ്ട്. അത് അച്ഛൻ വൈകാതെ തന്നെ മനസ്സിലായിക്കോളും. അച്ഛൻ പുന്നാരിച്ച് വളരുന്ന ഈ മോനുണ്ടല്ലോ, ഈ മോൻ്റെ അത്രയും ഒരു ഫ്രോഡ് ഈ ലോകത്ത് കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അങ്ങനെ പോകുകയാണേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രീകാന്തിനോട് നമ്മുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഈ കേൾക്കുന്നതൊക്കെ? അവൾ എന്താ പറഞ്ഞിട്ട് പോയത്? അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താടാ? നീ ഈ വിക്രമിൻ്റെ ഈ കേസും ഒക്കെ ആയിട്ട് എന്താ ബന്ധമുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ അച്ഛ ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. അവളെല്ലാം കെട്ടിച്ചമയ്ക്കുന്നതല്ലേ, നമ്മളെ രണ്ടുപേരെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഈ വിക്രം എന്ന് പറഞ്ഞവനെ ഇപ്പോഴും കാര്യവും ഇഷ്ടവും ഒക്കെ തന്നെയാണ്. അവൻ പുറത്ത് വന്ന് കഴിയുമ്പോൾ ഇവൾ അവൻ്റെ കൂടെ പോവുകയും ചെയ്യും. പിന്നെ എല്ലാം ഒരു നാടകം പോലെ അവൾ ഇവിടെ നിന്ന് കളിക്കുന്നതേ ഉള്ളൂ. അച്ഛനത് മനസ്സിലാകാത്തതാ എന്നൊക്കെ പറയാൻ കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ആളെയല്ല വേദ, അവളെ ആകെ മാറിപ്പോയി അല്ലേ, നമ്മളെല്ലാം ഉപേക്ഷിച്ച് പോയവളല്ലേ, അവൾ ആ ഒരു ഗുണമല്ലേ കാണിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നമ്മുടെ ശ്രീകാന്തും പോകാനുണ്ട്. അപ്പോൾ ആകെ മനോവിഷമത്തിലിരിക്കുകയാണ് നമ്മുടെ ശങ്കരൻ നാരായണനും അതുപോലെ തന്നെ വേദയും ഒക്കെ. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് ഇതെല്ലാം തന്നെ വർഷയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണേ. അപ്പോൾ വർഷയുടെ അച്ഛനും പറയുന്നുണ്ട്, എടാ ആ സംശയം അങ്ങ് തള്ളിക്കളയേണ്ടതല്ല. കാരണം അവളെ നിൻ്റെ പെങ്ങളാ, അവളെ എനിക്ക് നന്നായിട്ടറിയാം. നിന്നെ പോലെയൊന്നും അല്ല, അവളെ ബ്രില്യൻ്റ്. അതുകൊണ്ട് തന്നെ അവൾ വേണമെങ്കിൽ അവളുടെ മുറിയിൽ ഒളിപ്പിച്ചൊന്നും ഇരിക്കും. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് അവൾ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ എന്ത് വേണമെന്ന് അച്ഛൻ പറയുന്നത്, ഞാനൊരു കാര്യം പറയാം, നമുക്ക് ആ എസ് ഐയോട് നിൻ്റെ വീടൊന്ന് മൊത്തം അരിച്ചു പറക്കാൻ പറയാം. നിനക്കല്ലേ അതിന് സാധിക്കാത്തത്. പോലീസുകാരാകുമ്പോൾ അവർ മുറ പോലെ അങ്ങ് ചെയ്തോളും. കേസിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണെന്ന് അങ്ങ് വരുത്തി തീർത്തോളും. അവർ വന്ന് അരിച്ചു പറക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും വിക്രം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കുമെന്ന് വേണ്ട, അതിനുള്ള ഏർപ്പാട് ഞാൻ തന്നെ ചെയ്തേക്കാം. ഉടനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇപ്പോഴേ അച്ഛന് എന്നെ സംശയം, അതുകൊണ്ട് ഇതിന് പിന്നിൽ ഞാനാണെന്ന് ഒരിക്കലും അച്ഛൻ അറിയരുത് എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല, അത് ഞാൻ എസ് ഐനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ആ സമയത്ത് നീ അവിടെ ഉണ്ടായിരിക്കണം, നാലുപാടും നിന്റെ കണ്ണുണ്ടായിരിക്കണം, അവൻ വെട്ടിച്ചോടിയേക്കരുത് എന്നൊക്കെ പറഞ്ഞും കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് എല്ലാം സമ്മതിക്കാണ് ശ്രീകാന്തെ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പോലീസുകാരെല്ലാം വീട്ടിലേക്ക് വരികയാണേ. ആ സമയത്ത് പോലീസുകാരെ കണ്ട് ആകെ പരിഭ്രമിച്ച് നിൽക്കുവാണ് ശങ്കരൻ നാരായണൻ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങൾക്ക് വിക്രം ഇവിടെ ഉണ്ട് എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്, അപ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന, ഈ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമില്ല. എൻ്റെ മകളുടെ ഭർത്താവാണ് എന്നുള്ളത് സത്യം തന്നെ, പക്ഷെ അവരിപ്പോൾ പിണങ്ങി ജീവിക്കുകയാണ്. അതുമല്ല എന്ത് ധൈര്യത്തിലാണ് ഒരു ജഡ്ജിയുടെ വീട് നിങ്ങൾ അന്വേഷിക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് ചൂടാകുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ, അച്ഛനൊന്ന് സമാധാനപ്പെട്, ഇവിടെ വിക്രമില്ലല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അപ്പോൾ ശങ്കരൻ നാരായണൻ എന്നാൽ സെർച്ച് നടത്താൻ പറയണം. അങ്ങനെ ഇവർ താഴെ എല്ലാം തപ്പുകയാണ് കേട്ടോ. മൊത്തം റൂമും എല്ലാം ഇങ്ങനെ തപ്പാണ്, ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം അടിമുടി തപ്പുകയാണേ. ആ സമയത്ത് ഇതെല്ലാം അറിയുന്ന നമ്മുടെ വേദയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റോർ റൂമിലേക്ക് മാറാൻ പറഞ്ഞ് നമ്മുടെ വിക്രത്തിനെ അവിടെ നിന്ന് മാറ്റാണ്. അങ്ങനെ വിക്രത്തിൻ്റെ തിങ്സ് എല്ലാം എടുത്ത് മാറ്റി വെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് പോലീസുകാർ വേദയുടെ റൂമിലേക്ക് വരികയാണേ. അപ്പോൾ ആകാംക്ഷയോടുകൂടി തന്നെ വർഷയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തും പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി വരികയാണ്. അങ്ങനെ ഇവർ മൊത്തം അവിടെ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. ആ സമയത്ത് നമ്മുടെ വേദ ആ ഒരു പോലീസുകാരോട് ശ്രീകാന്ത് പറയുന്നത്, ഇതുവഴി ഇറങ്ങി ചെല്ലുന്ന നേരെ ഒരു മുറിയുണ്ട്, അതൊരു സ്റ്റോർ റൂമാണ്, അതുവഴി നേരെ ചെല്ലുന്നത് വെളിയിലേക്ക് ചെല്ലാനും സാധിക്കും, അതുകൊണ്ട് അവിടെയും കൂടെ ഒന്ന് തപ്പിക്കോ, ഇനി നിങ്ങൾക്കൊരു സംശയം വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റും എല്ലാം നിങ്ങൾ അരിച്ചു പറക്കുകയോ പിന്നെ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത്, അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതെന്നൊക്കെ ഒന്ന് പറയാണ്. ആ സമയത്ത് വേദയുടെ മുഖം ഇങ്ങനെ കരിനീലിച്ചിരിക്കുകയാണ്. വേദ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോർ റൂമിലേക്ക് വിളിക്കാനായിരിക്കും വേദ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ആ സമയത്ത് വേദയുടെ ചങ്കൊന്ന് പെടയാണ്. അങ്ങനെ അവിടെ എല്ലാം തപ്പുമ്പോഴത്തേക്കിനും അവിടെ അങ്ങും കാണുന്നില്ല കേട്ടോ. പെട്ടെന്ന് വാതിലിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ വിക്രം ടോയ്ലറ്റിൻ്റെ ആ ഒരു ബാക്കിലായിട്ട് നിൽക്കുമായിരിക്കും. പെട്ടെന്ന് തന്നെ പോലീസുകാരൻ ഡോർ അടയ്ക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വേദയുടെ കൈ അവിടെ ഇരിക്കുമായിരിക്കും. അത് ചേർത്തായിരിക്കും കേട്ടോ നമ്മുടെ അടയ്ക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ വേദയുടെ കൈ അങ്ങ് ഇതാകുകയാണ്. അപ്പോൾ പെട്ടെന്ന് വേദ കടിച്ചു പിടിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നീട് അവിടെ വിക്രം ഇല്ലാന്ന് മനസ്സിലാക്കുന്ന പോലീസുകാർ നമ്മുടെ ശങ്കരൻ നാരായണനോട് ഒരു സോറിയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞ ആ ഒരു വിഷമത്തിലിരിക്കുകയായിരിക്കും ശ്രീകാന്തെ. അപ്പോൾ വേദ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായിട്ടാ വിക്രമിനെ കിട്ടിയോ? ഞാൻ ഇപ്പോഴും പറഞ്ഞു നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പത്ത് തന്നെയുണ്ട് വിക്രം, പക്ഷെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ല, നിങ്ങൾ കുറച്ച് പയറ്റ് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടായിരിക്കും നമ്മുടെ വേദ പോകുന്നത്.
അപ്പോൾ ശ്രീകാന്തിൻ്റെ ദേഷ്യം ഒന്നിനൊന്നിന് വർദ്ധിച്ചു വരികയാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല, താനല്ലേ പറഞ്ഞത് ഇവിടെ ആരും വരില്ല, അതിൻ്റെ റൂമിൽ ആരും കയറില്ല എന്ന്. ഇപ്പോൾ മിനിറ്റിന് ഓരോരുത്തർ വന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അതുകൊണ്ട് ഇവിടെ സേഫ് അല്ല വേദ, തനിക്കും അതൊരു ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോയിക്കോളാം, മറ്റെവിടേക്കെങ്കിലും പോകാം എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, കാര്യങ്ങൾ ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചില്ലേ, ഇനിയും നമുക്ക് നോക്കാം, ഒരു പ്രശ്നം വരില്ല, എന്തായാലും എല്ലാവരുടെയും ഒരു ഇതിന് മുൻപിൽ നമ്മൾ പിടിച്ചു നിന്നില്ലേ, ആർക്കും പിടികൊടുത്തില്ലല്ലോ, അതുകൊണ്ട് ഈ കേസ് തെളിയുന്നതിനും വരെ വിക്രം ഇവിടെ തന്നെ ഉണ്ടായിരുന്നാൽ മതി എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴും വിക്രമിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആവലാതിയുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തോ ഒരു സംശയമുണ്ട്, അതുകൊണ്ടായിരിക്കും എല്ലാവരും പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മുടെ വേദയും പറയുന്നുണ്ട്, അതെ, എന്തായാലും ശ്രീയേട്ടന് നല്ല സംശയമുണ്ട്, അതുകൊണ്ടാണ് ശ്രീയേട്ടൻ പോലീസുകാരും കൂട്ടി വന്നത്, അത് ശ്രീയേട്ടൻ ഏർപ്പാടാക്കിയത്, അതെനിക്കറിയാം, എന്നിട്ട് ശ്രീയേട്ടൻ അച്ഛന് മുമ്പിൽ അറിയാത്തതുപോലെ അഭിനയിക്കുന്നതാ എന്നൊക്കെയും പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ അച്ഛൻ റൂമിലേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ വിക്രം അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. ഉടനെ അച്ഛൻ എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് അകത്തോട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ, വാ അച്ഛ, അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഒന്നുമില്ല, ദീപ്തി പറഞ്ഞിരുന്നു നീ ഈ റൂമിലേക്ക് പോലും അവളെ കയറ്റുന്നില്ല, ഇനി എന്നെയും കൂടെ കയറ്റാതിരുന്നാലോ എന്ന് പറയുമ്പോൾ, അതൊന്നും അല്ല അച്ഛാ, ഞാൻ കുറച്ച് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കുകയും പിന്നെ കുറച്ചൊന്ന് സമാധാനത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ആരെയും അങ്ങ് അടുപ്പിക്കാത്തതാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശങ്കരൻ നാരായണൻ പറയുന്നുണ്ട്, മോളെ എനിക്ക് നിന്നെ വിശ്വാസമാണ്, എൻ്റെ 3 മക്കളിൽ ഏറ്റവും കൂടുതൽ കൊഞ്ചിച്ചിട്ടും സ്നേഹിച്ചിട്ടും ഒരുപാട് പ്രതീക്ഷ കൽപ്പിച്ചിട്ടും ഒക്കെ ഉള്ളത് നിന്നിലാണ്. അത് നിൻ്റെ ഈ ക്യാരക്ടറും നിൻ്റെ ഈ തൻ്റെയോടും ഒക്കെ കൊണ്ടാണ്. ആ ഒരു സ്വാതന്ത്ര്യത്തിലും ആ ഒരു സ്നേഹത്തിലും നിന്നോട് ചോദിക്കുക, നിനക്ക് വിക്രമിൻ്റെ ആ ഒരു ഇതിൽ ഒരറിവും ഇല്ലല്ലോ അല്ലേ, വിക്രം ഇവിടെ ഉണ്ടെന്ന് പോലീസുകാരും ഒക്കെ വന്ന് അന്വേഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു സംശയം, അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അച്ഛനും കൂടെ എന്നെ സംശയിക്കുകയാണോ? അതുകൊണ്ടല്ല, എല്ലാവരും ഒരേ സ്ഥലത്തിൽ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാനൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, എൻ്റെ അച്ഛ, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രമേ പോരാടുന്നുള്ളൂ, അതിന് വേണ്ടിയിട്ട് എന്ത് ഞാൻ ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. എന്തായാലും മോള് ഇപ്പോൾ എന്താ കേസ് പഠിക്കുകയാണെങ്കിൽ പഠിച്ചോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, പിന്നെ ഈ മുറിയിൽ തന്നെ എപ്പോഴും ഇങ്ങനെ അടച്ചിരിക്കരുത്, വെളിയിലേക്കൊന്നൊക്കെ ഇറങ്ങി പോകാം, എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കുകയും കാര്യമൊക്കെ ചെയ്യുമ്പോൾ മോളുടെ മനസ്സിൽ ആ ഭാരമൊക്കെ ഇറങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞ ഒരു ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ശങ്കരൻ നാരായണൻ അവിടെ നിന്ന് പോകുന്നത്. ഈ സമയത്ത് വിക്രം ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛന് നിന്നിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നല്ലേ, അതെല്ലാം തകിടം മറിഞ്ഞു പോയി, അതെല്ലാം തകർത്തത് ഞാനാണല്ലേ. എന്ത് പറയാൻ, നിന്നോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ലേ, എന്നെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുക, എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കുക, അതൊന്നും ചെയ്യില്ല. അപ്പോൾ വേദ പറഞ്ഞിട്ട് അതിനിയാണേലും ആകാമല്ലോ എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ ആകണ്ടല്ലോ, അന്നത്തെ പോലെ അല്ലല്ലോ ഇന്ന്. അതെന്താ അന്നത്തെ പോലെ അല്ലാത്ത ഇന്ന്? അല്ല, അന്ന് എനിക്ക് നിന്നെ അറിയില്ലായിരുന്നു, നിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു, നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നങ്ങനല്ല, ഇന്ന് എനിക്ക് നിന്നെക്കുറിച്ച് അറിയാം, നീ ആരാണെന്നും നീ എന്താണെന്നും നീ എനിക്ക് എത്രമാത്രം സ്നേഹം പങ്കിടുന്നുണ്ടെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ ഇനി വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ സ്നേഹത്തോടെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ കൈയാണെങ്കിൽ ആ ഡോറിനിടയിൽ പെട്ട് ഇങ്ങനെ മുറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീരൊക്കെ വെച്ച് തടിച്ചിരിക്കുകയായിരിക്കുമേ. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയേ, എന്താ വിരലിന് പറ്റിയേ, താൻ്റെ കൈ എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അന്ന് പോലീസുകാർ വന്നപ്പോൾ താൻ ഡോറൊന്ന് അടച്ചില്ലേ, അടച്ച വഴിയിൽ പറ്റിയതാണെന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യാനാ, അത് കുറച്ച് മരുന്ന് ഓയിൽമെൻറ്റൊക്കെ ഞാൻ പരട്ടിയിട്ടുണ്ട്, അപ്പോൾ മാറിക്കോളും. വേദനയുണ്ടോ? പിന്നെ വേദന ഇല്ലാതിരിക്കുമോ? നല്ല വേദനയുണ്ട്, ഞാൻ കാരണം അല്ലേ. ഇനിയിപ്പോൾ താൻ എങ്ങനെ ഫുഡ് കഴിക്കും, എനിക്ക് താനല്ലേ ഫുഡ് വരുത്തുന്നുണ്ടെന്ന്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ 2 വികലാംഗർ കൂടെ ആയപ്പോൾ സെറ്റപ്പ് ആയല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങ് ചിരിക്കുകയാണേ. അങ്ങനെ ഫുഡ് ഇങ്ങനെ വാരാൻ നോക്കുമ്പോൾ വേദയെ കൊണ്ട് കഴിയുന്നില്ല കേട്ടോ. ആ സമയത്ത് നമ്മുടെ വിക്രമിൻ്റെ കൈയൊക്കെ ഭേദമായി കാണും. അങ്ങനെ വിക്രം തന്നെ വേദയ്ക്ക് ചോറ് വാരി കൊടുക്കുന്ന ഒരു സീൻസൊക്കെയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ആ ഒരു മുറിയിൽ തങ്ങളുടെ ജീവിതം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിക്രം അറിയാതെ പോലും ചിന്തിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേദയോടൊപ്പം സന്തോഷത്തോടെ ഇവിടെ അങ്ങ് കഴിഞ്ഞുകൂടാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ദീപ്തിയുടെ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, എനിക്ക് ആ കുട്ടിയെ കണ്ടിട്ട് നേരിട്ട് സംസാരിക്കണമെന്നുണ്ട്, ഞാനല്ല ചെയ്തതെന്ന്. പക്ഷേ അവളത് അംഗീകരിക്കും, അവളത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇപ്പോഴും വരൻ മരിച്ച ആ ഒരു ഷോക്കിൽ നിൽക്കുക അവൾ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതൊന്നും പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല, അവളുടെ മുൻപിൽ തെളിവുകളോടെ മാത്രമേ നമുക്ക് സത്യങ്ങൾ തുറന്ന് കാണിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദീപ്തി റൂമിലേക്ക് വരുമ്പോഴത്തേക്കിനും വേദ പറഞ്ഞിട്ട്, നീ അകത്തേക്കൊന്ന് കയറിയിരുന്നേ, ഒരു കാര്യമുണ്ടെന്ന് പറയണേ. എന്താ ചേച്ചി, നീ ഇനി വാ എന്ന് പറഞ്ഞ് ദീപ്തി മുറിയിൽ വേദയുടെ കട്ടിലിൽ വന്നിരിക്കുമ്പോഴായിരിക്കും ടോയ്ലറ്റിൽ നിന്ന് നമ്മുടെ വിക്രത്തിനെ താങ്ങി പിടിച്ച് നമ്മുടെ വേദ ഇറങ്ങി വരുന്നത്. അത് കാണുമ്പോൾ ഞെട്ടിത്തരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ചാടി എണീക്കുമ്പോൾ
എന്താ ചേച്ചി ഇത് എന്താ അപ്പോൾ എല്ലാവരും സംശയിച്ചത് സത്യം തന്നെയാണല്ലേ ചേച്ചി ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നല്ലേ ഈ വിക്രം ചേട്ടനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനപ്പെടാം, നീ ആദ്യം ഒന്ന് ഒച്ച വെക്കാതിരിക്കുക, ഇവിടെ മൊത്തം കഴുകൻ്റെ കണ്ണുകളാണ്, അതുകൊണ്ട് നീ ഒന്ന് ഒച്ച വെക്കാതിരിക്കുക, ഞാൻ നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അന്ന് നടന്ന സംഭവ വികാസങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. ഇത്രയും നാൾ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം പറയാണ്. ഇതൊക്കെ കേട്ടിട്ടും ദീപ്തി പറയുന്നുണ്ട്, ഞാനൊരിക്കലും വിശ്വസിക്കില്ല, എല്ലാവരും പറയുന്നുണ്ട് വിക്രം ചേട്ടനാണെന്ന്, എല്ലാവരും തെളിവുകളും കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ വരുണിനെ കൊന്ന ആൾ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, മോളെ വേദയുടെ അനീതി എന്ന് പറഞ്ഞാൽ എൻ്റെ അനീതിയെ പോലെയാണ്, ആ ഒരു സ്നേഹത്തോടെയും കരുതലോടുകൂടി മാത്രം ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ, ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു സ്നേഹത്തോടുകൂടി ഞാൻ പറയാം, ഒരിക്കലും ഞാനല്ല വരുണിനെ കൊന്നത്. അന്നേ ദിവസം വരുൺ മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ പോലും ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചതും ഒക്കെയാണ്. വരുണിൻ്റെ ഭൂതകാലമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഉള്ളത് വരുണിൻ്റെ അമ്മയല്ലാന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും, അച്ഛൻ്റെ സ്വാതന്ത്ര്യം, അച്ഛൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വരുണിനെ ഞാൻ കൊല്ലുമോ, ഇതൊക്കെ ആരൊക്കെയോ മുൻകൂട്ടി ചെയ്ത ചതികളാണ്, അതിൽ എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാനിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ സത്യങ്ങളൊക്കെ തെളിയണമെങ്കിൽ ഞാൻ കുറച്ച് ദിവസം ഒളിഞ്ഞു നിന്നേ പറ്റുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സത്യങ്ങൾ തെളിഞ്ഞതിന് ശേഷം മാത്രം എന്നെ മോള് വിശ്വസിച്ചാൽ മതി, പക്ഷേ ഇപ്പം മോള് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആരോടും പറയരുതേ എന്നൊക്കെ പറയണം. അപ്പോൾ വേദയും പറയുന്നുണ്ട്, അതെ ഈ ചേച്ചി നിന്നോട് പറയും, വരുണിനെ കൊന്ന കൊലയാളിയെ നിൻ്റെ മുൻപിൽ ഞാൻ കൊണ്ടുതരും, പക്ഷേ അതുവരെ നീ ഞങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ ദീപ്തി ഇവരുടെ വേദയുടെ ആ ഒരു വാക്കുകൾക്ക് മുൻപിൽ വഴങ്ങുകയാണ്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, ഇനി എല്ലാ കാര്യങ്ങൾക്കും ചേച്ചിക്ക് സപ്പോർട്ടായിട്ട് തന്നെ ഞാൻ നിന്നോളാം, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, പക്ഷേ വരുണിനെ കൊന്ന കൊലയാളി അതിനെ ചേച്ചി എനിക്ക് കാട്ടിത്തരണം എന്ന് പറയാൻ കേട്ടോ. എൻ്റെ വരുണിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ ആ കൊലയാളിയെ എനിക്കൊന്ന് നേരിട്ട് കാണണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശരി മോള് എല്ലാം ഒന്ന് മറക്കാൻ ശ്രമിക്കുക, അതേ മോളെ കൊണ്ട് കഴിയുള്ളൂ, പിന്നെ ഈ ചേച്ചിക്ക് എന്തിനു മോള് കൂട്ട് വേണമെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇവർ 3 പേരും ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ. അങ്ങനെ വേദ ദീപ്തിയോട് പറയുന്നുണ്ട്, മോളെ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വിക്രം ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ കൊല്ലാൻ വേണ്ടി നടക്കുന്ന വാസുവിനെ ഒന്ന് ഒതുക്കണം, കാരണം വാസുവൻ മനസ്സിലാക്കണം വിക്രമല്ല ഇത് ചെയ്തതെന്ന്, അതുകൊണ്ട് വാസുവിൻ്റെ ഭാഗം ക്ലിയർ ആക്കിയാൽ മാത്രമേ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ കഴിയുള്ളൂ, അതുകൊണ്ട് മോള് വാസുവിനെ ഒന്ന് നേരിട്ട് പോയി കാണണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം ആ ഒരു നാക്കിൽ എന്നൊക്കെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല, എനിക്ക് ആ വീട്ടിലേക്ക് വരുണില്ലാത്ത വീട്ടിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മുടെ ദീപ്തി പറയുന്നുണ്ട്, വേദ പറയുന്നുണ്ട്, മോളെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, നമുക്ക് കൊലയാളിയെ കണ്ടുപിടിക്കണ്ടേ, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തേ പറ്റുള്ളൂ, അതുകൊണ്ടല്ലേ മോളൊന്ന് ചേച്ചി സഹായിക്കുക എന്ന് പറയാണ്. അങ്ങനെ ദീപ്തിയും സമ്മതിക്കാനോട്ടോ. അങ്ങനെ വാസുവിനെ കാണാൻ വേണ്ടിയിട്ട് ദീപ്തി വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ദീപ്തിയെ കണ്ടിടനെ വാസുവൻ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്, എന്താ മോള് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകാൻ നിനക്കുണ്ടോ എന്നൊക്കെ ചോദിച്ച് കണ്ണുകൾ നിറഞ്ഞ വാസുവിനെ ആ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നുണ്ട്. ആ സമയത്ത് ദീപ്തി പൊട്ടി കരയാണ്. അങ്ങനെ വരുണിൻ്റെ അമ്മയും ദീപ്തിയുടെ അടുക്കിലേക്ക് വന്നിരുന്ന് ദീപ്തി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാസവൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിട്ടും കരഞ്ഞിട്ടുമൊക്കെ എന്താ കാര്യം, ഇതിനൊക്കെ കാരണം മോളുടെ ചേച്ചിയുടെ ഭർത്താവല്ലേ, അവനും എൻ്റെ മകൻ്റെ അതേ അവസ്ഥ അവനും ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ നിൽക്കാം, അവൻ്റെ ആ ശരീരം ശവപ്പെട്ടിയിൽ വെക്കുന്നത് കണ്ടിട്ട് വേണം എനിക്കെന്ത് സന്തോഷിക്കാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ദീപ്തി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ കേട്ടോ. അതായത് വിക്രമല്ല കൊന്നതെന്നും വിക്രമിനെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ ശ്രമിക്കുന്നതാണെന്നും ഇതിന് പിന്നിൽ മറ്റൊരു കൊലയാളി ഉണ്ടെന്നും അത് വിക്രം ചേട്ടൻ പുറത്ത് വന്നാൽ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വാസുവിനോട് പറയാണ്. ആ സമയത്ത് വാസുവൻ ആദ്യമൊക്കെ അത് വിശ്വസിക്കാൻ ഒന്നും കൂട്ടാക്കുന്നില്ലേ, പക്ഷേ വാസുവിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്, ചില തെളിവുകളും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാസുവിൻ്റെ ഭാര്യയാണെങ്കിൽ വാസുവിനോട് പറയുന്നുണ്ട്, അങ്ങനെ വാസുവിൻ്റെ ഭാര്യയാണെങ്കിലും വാസുവിനോട് പറയുന്നുണ്ട്, ഈ കുട്ടി പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഒരാളെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനാവില്ലല്ലോ, നിങ്ങൾക്കാണെങ്കിലും രാഷ്ട്രീയ ശത്രുക്കൾ ഒരുപാട് പേരല്ലേ, അതുകൊണ്ട് ആരാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല, അതുകൊണ്ട് സത്യം തെളിഞ്ഞിട്ട് പോരെ ഈ വിക്രമിനെ കൊല്ലാൻ നടക്കുന്നതൊക്കെ എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് വാസുവിനും തീരുമാനിക്കുകയാണ്, ശരി എന്നാൽ ആ സത്യം തിരിച്ചറിയുന്ന അന്നേ ദിവസം എൻ്റെ വരുണിനെ കൊന്നത് ആരായിരിക്കുമോ അവർ ജീവനത്തെ ശരീരമായിട്ട് അവിടെ കിടക്കും, അത് ഉറപ്പാണ് എന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് ദീപ്തിയും പറയുന്നുണ്ട്, എൻ്റെ വരുണിനെ
അമ്മേനെ കൊന്നയാൾ ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. പക്ഷേ അത് ആരാണെന്നുള്ള സത്യം നമുക്കറിയണ്ടേ. അതിന് നമുക്ക് വിക്രം ചേട്ടനെ പൈസ കാര്യമില്ലല്ലോ. തെളിവുകളോടുകൂടി തന്നെ കോടതി തെളിയിക്കട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് എൻ്റെ ചേച്ചി. ഒരിക്കലും ഈ തെറ്റ് വളച്ചൊടിക്കില്ല. ചേച്ചിയാണെങ്കിലും തെറ്റ് ചെയ്തത് ആരാണോ അവർ തന്നെ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ വാക്ക് കൊടുത്തിട്ട് പോകാനിട്ടോ ദീപ്തി. അങ്ങനെ വാസുവിൻ്റെ മനസ്സും ഒന്ന് മാറുകയാണിട്ടോ. തെറ്റ് ചെയ്തത് ആരാണെന്ന് തെളിവുകളോട് തന്നെ തെളിയട്ടെ, അതിനുശേഷമായിട്ട് പ്രതികാരവും വൈരാഗ്യവും ഒക്കെ വാസുവിനും തീരുമാനിക്കാനിട്ടോ. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞ് വേദ ദീപ്തിക്ക് ഒരുപാട് നന്ദി പറയാണ്. അങ്ങനെ വേദയ്ക്കും ഒരുപാട് സന്തോഷമാകാൻ കേട്ടോ. കാരണം വിക്രമിനെ ഇനി ഒരു ആശ്വാസത്തിൽ പുറത്തിറക്കാമല്ലോ. അങ്ങനെയൊക്കെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലാമ്മയാണെങ്കിൽ എല്ലാം ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അത് വഴിയിൽ വെച്ച് പോലീസുകാരൻ തടഞ്ഞു നിർത്തി കമലാമ്മയെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തല്ലോ. അതിൻ്റെ ആ ഒരു മനോവിഷമം കമലാമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ BP കുറഞ്ഞ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലാകാൻ കേട്ടോ കമലാമ്മ. ഇതറിഞ്ഞ് വിക്രമും ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ കമലാമ്മയുടെ സ്ഥിതി ഇച്ചിരി സീരിയസ് ആണെന്ന് പറയാണ്. കാരണം ആകെ മനസ്സിൽ വിഷമവും ടെൻഷനും ഒക്കെയാണ്. വിക്രം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ മകൻ എവിടെയുണ്ടെങ്കിലും ഒന്ന് വന്ന് കാണാൻ പറ, അത് ഇവരുടെ അസുഖം ഒന്ന് ഭേദമാക്കാൻ വളരെ സഹായിക്കും മരുന്നിനെക്കാട്ടിലും എന്നൊക്കെ ഡോക്ടറും പറയാൻ കേട്ടോ. അങ്ങനെ വേദയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേദ വിക്രമിനെയും കൂട്ടി അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. വിക്രമാണെങ്കിൽ ഒരു മുഖംമൂടിയൊക്കെ ധരിച്ചായിരിക്കും എത്തുന്നത്. ഡോറ് തുറക്കുമ്പോൾ വിക്രമിനെ കണ്ട് ഒരുപാട് സന്തോഷത്തോടുകൂടി മാഷ് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. വാരി പുണരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിനെയും വേദനയും കണ്ട് എല്ലാവരും ആകെ അമ്പരപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് നന്ദിനി പറഞ്ഞിട്ട്, കണ്ടോ മനുഷ്യൻ, ഞാൻ പറഞ്ഞില്ലേ ആ വേദ ഇവനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും കൂടെ നമ്മളെ ചതിക്കുകയാണ്. നമ്മുടെ മുൻപിൽ ഒരു മുഖം അല്ലാത്തപ്പോൾ മറ്റൊരു മുഖം, ഇവർ തമ്മിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ടോ എന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നേ എന്നൊക്കെ പറഞ്ഞ് വിനായകനും നന്ദിനിയുടെ വാടപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയെന്നുള്ള ഒരു വിളിയിൽ പെട്ടെന്ന് കമലാമ്മ ചാടി എണീക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദന വിക്രമിൽ വാരി പുണരുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കമലാമ്മയുടെ അസുഖം പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടെന്ന് തന്നെ പറയാം കേട്ടോ. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഞങ്ങൾ സേഫാണ്, ഞാൻ സേഫാണ്, അതുമാത്രം അമ്മ അറിഞ്ഞാൽ മതി. അപ്പോൾ എവിടെ താമസം എന്നൊക്കെ നന്ദിനി ചോദിക്കുമ്പോൾ അതൊരു സ്ഥലത്താണ്, വേദ ഏർപ്പാടാക്കിയ സ്ഥലമാണ്, ഞാൻ അവിടെ സേഫാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ, അതുപോലെ തന്നെ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള മനസ്സിലാകുന്നത് വരെ എനിക്ക് ഒളിഞ്ഞ് താമസിച്ചേ പറ്റുള്ളൂ. മോൻ എന്താ പറ്റിയത്? മോൻ്റെ കൈയും കാലും ഒക്കെ മുറിഞ്ഞിരിക്കാണല്ലോ, നിനക്ക് വെടികൊണ്ടു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് എൻ്റെ ചങ്ക് തകര് എന്ന് പറയുമ്പോൾ അമ്മ എന്നും ഓർത്ത് വിഷമിക്കേണ്ട, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, വെടിയൊക്കെ കൊണ്ടിരുന്നു, അതൊന്നും ഇത്ര കാര്യമാക്കാനുള്ളതില്ല, അമ്മ ടെൻഷൻ അടിക്കേണ്ട, ഈ സത്യം പുറത്ത് വരുന്നവരെ എനിക്ക് ഒളിച്ച് താമസിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് അമ്മ ഒരു വിധത്തിലുള്ള ടെൻഷനും അടിക്കേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയും ഉറപ്പ് തരുന്നുണ്ട്, അമ്മയുടെ മോനെ ഒന്നും സംഭവിക്കില്ല, അത് ഞാൻ അമ്മയ്ക്ക് വാക്ക് തരികയാണ്, ഇതുപോലെ തന്നെ ജീവനോടുകൂടി ഒരു പോറൽ പോലും നിൽക്കാതെ അമ്മയുടെ മോനെ തിരികെ കൊണ്ടുതരും എന്ന് പറഞ്ഞ് വേദയും ഒരു ആശ്വാസവാക്കൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരവിടെ നിന്നും പോകുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ കമലാമ്മയ്ക്ക് മാഷിനുമൊക്കെ ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ. അങ്ങനെ വളരെ രസകരമായ മുഹൂർത്തങ്ങളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.